ഹായ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. അതിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പാമ്പിനെയൊക്കെ നമുക്ക് വീട്ടിൻ്റെ പരിസരത്ത് കഴിവതും വരാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് മണ്ണെണ്ണ, വെളുത്തുള്ളി, അതേപോലെ തന്നെ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പാറ്റാ ഗുളികയാണ്. അപ്പോൾ ഈ എലിപ്പൊത്തുള്ള സ്ഥലത്താണല്ലോ കൂടുതലും ഈ പാമ്പ് വരുന്നത്. അപ്പോൾ എലി വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ എലി, പെരിച്ചാഴി ഇങ്ങനെയുള്ള സാധനങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നത് മൂലം തന്നെ നമ്മളിത് അവിടെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പിന്നെ പാമ്പ് ശല്യമൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ എലിപ്പൊത്തൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളി തോലോടെ തന്നെ ഞാനൊന്ന് ചതച്ചെടുക്കുകയാണേ. നമുക്ക് ഒന്ന് വെള്ളത്തിയിട്ട് വയ്ക്കാം. നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി വെള്ളത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കാം. പിന്നെ വേണ്ടത് പാറ്റാ ഗുളികയാണേ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത് വെളുത്തുള്ളി നമുക്ക് വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സൊല്യൂഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി പാറ്റാ ഗുളികയാണ്. അത് നമ്മൾ ഇടികളിനകത്തിട്ട് പൊടിച്ചാൽ ആ ഒരു സ്മെല്ല് പോവില്ല. അതുകൊണ്ട് ഞാനൊരു പേപ്പറിനകത്തോട്ട് വെച്ച് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് മണ്ണെണ്ണ ഒട്ടും ഒഴിവാക്കരുത്. മണ്ണെണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ മണ്ണെണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. സ്പ്രേ ചെയ്താലൊന്നും പോരാട്ടോ, നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്മെല്ല് കുറേ നാൾ നിൽക്കും. ആ ഒരു സ്മെല്ല് ഉള്ളിടത്തോളം കാലം എലി, പെരിച്ചാഴി എന്നിവ സാധനം വരത്തില്ല. അപ്പോൾ ഏറെ തിന്നുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പാമ്പ് വരുന്നത്. അപ്പം പാമ്പ് ഈ ഒരു സ്മെല്ല് കാരണം ആ ഭാഗത്തോട്ടേ അടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്നെടുക്കുക. കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല്, പ്രത്യേകിച്ച് മണ്ണെണ്ണ ഒരു സ്മെല്ലൊന്നും പാത്രത്തിൽ നിന്ന് പോകാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത ഒരു ടിന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ ഇതിനകത്തൊന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ പാറ്റാ ഗുളികയും മണ്ണെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ കഴിവതും മണ്ണെണ്ണ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. പഴജന്തുക്കളൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് മണ്ണെണ്ണയുടെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വെളുത്തുള്ളിയുടെ ആ ഒരു അതിൻ്റെ ആ ഒരു എസെൻസ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം ഇനി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് മൂന്നും കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ലാണ്. വെളുത്തുള്ളി നല്ല രീതിയിൽ ചതഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെയും അതിൻ്റെ ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു എസെൻസ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയാൽ ശരിയാവില്ല. സാധാ ഒരു കുപ്പി ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ അടപ്പിനകത്ത് ഹോളിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ചെടികൾ, വിറകുകൾ, ഇതൊക്കെ നമ്മൾ വീടിനോട് ചേർത്തിടാതിരിക്കുക. അതുപോലെ തന്നെ വെള്ളം, നമ്മൾ മുറ്റത്തൊന്നും വെള്ളം വെക്കാതിരിക്കുക. കാരണം ഈ തണുപ്പുള്ള സ്ഥലം തേടിയാണ് അത് വരുന്നത്. അതാണല്ലോ വീട്ടിനകത്തോട്ട് കയറുന്നത്. ഫാൻ്റെ കാറ്റ്, തണുപ്പ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അകത്തോട്ട് വരുന്നത്. അപ്പോൾ മുറ്റത്താണെങ്കിലും നമ്മൾ കൂടുതൽ വെള്ളമൊന്നും വെക്കരുത്. അപ്പോൾ ഇതേപോലെ ഒരു വലിയ കുപ്പിക്കകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പം കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഞാൻ ഇതുപോലെ മിക്കപ്പോഴും ഒഴിക്കാറുണ്ട്. മണ്ണെണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഈ മണ്ണെണ്ണ ഒഴിക്കാറുണ്ട്. അപ്പം മണ്ണെണ്ണ കുറച്ചൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ നമുക്കൊരു സ്പ്രേ ആക്കിയെടുക്കാം. മണ്ണെണ്ണ മിക്ക വീടുകളിലും മണ്ണെണ്ണ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. നമുക്ക് അടച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇതുപോലത്തെ ഒരു അടപ്പിനകത്ത് ഒരു ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗവും, പ്രത്യേകിച്ച് നമ്മുടെ ജനലിൻ്റെ ഭാഗത്തൊന്നും ഒന്നും കൂട്ടിയിടാതിരിക്കുക. വിറക്, അതേപോലെ തന്നെ ചെടികൾ, പോച്ച, ഇതൊന്നും പിടിപ്പിക്കാതിരിക്കുക. കാരണം പോച്ചയിലൊക്കെ കയറി കിടന്നാൽ അറിയത്തില്ല. നല്ല തണുപ്പടിച്ചിട്ട് നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നില്ല, ആ ഒരു തണുപ്പടിച്ചിട്ട് അത് കയറി കിടക്കും. അപ്പോൾ വീടിൻ്റെ പരിസരത്തോട് ചേർത്ത് ഇതൊന്നും വയ്ക്കാതിരിക്കുക. മണ്ണെണ്ണ അകത്തൊക്കെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാട്ടോ.
സ്മെല്ലും കൊണ്ട് പുറത്തോട്ടൊന്ന് കയറത്തില്ല, പുറത്തുനിന്ന് ഒന്നും തന്നെ അകത്തോട്ട് കയറത്തില്ല. ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മണ്ണെണ്ണ. അപ്പോൾ ഇതേപോലെ കണ്ടോ, പുറത്ത് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്ന ഭാഗത്തെല്ലാം, അതുപോലെ ചെരുപ്പുകൾ കൂട്ടിയിടുന്ന ഭാഗത്ത് എല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ടോ, സ്പ്രേ എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സ്പ്രേ ചെയ്താൽ പോരാ. പിന്നെ ജനലിനകത്തൊക്കെ നമ്മൾ അകത്തോട്ട് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ മാത്രം ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ കണ്ടോ, ചെടിയുള്ള ഭാഗത്ത് എല്ലാം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വീടിനോട് ചേർത്ത് ചെടി വെക്കാതിരുന്നാൽ മതി. മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് അഥവാ പാമ്പ് വന്നാൽ പോലും ആ ഭാഗത്ത് കിടക്കത്തുള്ളൂ. നമ്മൾ വീട്ടിനകത്തോട്ട് കയറാൻ ചാൻസ് ഇല്ല. കാരണം കാട് പോച്ചയൊക്കെ അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ചെടിയൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് വീടോട് ചേർന്ന് നമ്മൾ ചെടികളൊക്കെ വെച്ച് കൊടുക്കത്തില്ലേ, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അതുപോലെ ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെരുപ്പിടുന്ന ഭാഗത്ത്, അതേപോലെ തന്നെ ഷെഡിനകത്തൊക്കെ നമ്മൾ ഈ ഇതുപോലെ കണ്ട വേസ്റ്റൊക്കെ വാരിയിടുന്ന ഇതെല്ലാം മാറ്റുക കേട്ടോ. സൈഡിൽ നിന്നൊക്കെ അകത്തോട്ട് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് പാമ്പ് ശല്യത്തിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാനായിട്ട് പറ്റും. അതുപോലെ പൊത്തുണ്ടെങ്കിൽ എപ്പോഴും പൊത്തൊക്കെ അടച്ച് വയ്ക്കുക. പെരിച്ചാഴിയുടെ പൊത്തൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. വീട്ടിനകത്താണെങ്കിലും ജനലിൽ കൂടെ ഒക്കെ കയറുന്ന അകത്തുള്ള കാറ്റ് തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്കാണ് ഇത് അകത്തോട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ നല്ലതാണ്. മണ്ണെണ്ണ മാത്രമായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ ഒരുപാട് സൊല്യൂഷനൊക്കെ റെഡിയാക്കി ഇതിനു മുമ്പ് ഞാൻ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണണം. അപ്പോൾ പെരിച്ചാഴിയുടെ പൊത്തിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏത്തയ്ക്ക് നമ്മൾ നേന്ത്രപ്പഴം എന്നല്ല പറയുന്നത്. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്തു പോകും. ഈ ചൂടത്തെ പെട്ടെന്ന് തന്നെ കറുത്തു പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ കട്ടിക്ക് പൊതിഞ്ഞിട്ട് ആ ചെവിട് ഭാഗം ഉണ്ടല്ലോ, അതിനകത്ത് പൊതിഞ്ഞത് ഇതേപോലെ ഒന്ന് ആക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറുത്ത് പോകത്തില്ല കേട്ടോ. ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ ചൂട് സമയമാണ് നമ്മളിതുപോലെ പഴമൊക്കെ മേടിക്കുമ്പം 2 ദിവസം ഇരിക്കത്തില്ല, അതിന് മുമ്പ് അങ്ങ് കറുത്തു പോകും. അപ്പോൾ ഇതേപോലെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് 5-6 ദിവസം കൂടെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുപോലെ അവിടെ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ഏത് പഴം വേണമെങ്കിലും നമുക്കിതേപോലെ സൂക്ഷിക്കാവുന്നതാണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കിഴങ്ങ് പെട്ടെന്ന് മുള വരും അല്ലേ. അപ്പോൾ കിഴങ്ങ് പെട്ടെന്ന് മുള വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പിളുണ്ടെങ്കിലേ ഈ കിഴങ്ങിൻ്റെ കൊട്ടയ്ക്കകത്ത് ആപ്പിളുണ്ടെങ്കിൽ 2-3 ആപ്പിൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആപ്പിൾ ഉള്ളിടത്തോളം ഈ കിഴങ്ങ് പെട്ടെന്ന് മുള വരത്തില്ല കേട്ടോ, മുളയ്ക്കത്തില്ല. കിഴങ്ങ് ഒട്ടും കേടാകാതെ എപ്പോഴും ഫ്രഷായിട്ട് നമ്മൾ മേടിച്ച അതേ രീതിയിൽ തന്നെ കുറച്ച് ദിവസം നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ മുളക്, നമ്മൾ കിലോ കണക്കിന് മുളക്, ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കിലോ കണക്കിന് മുളക് നമ്മൾ മേടിക്കുമ്പം ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കായപ്പൊടിയുടെ ടിന്നുണ്ടല്ലോ, അത് അടപ്പ് നമ്മളൊന്ന് തുറന്ന് വയ്ക്കുക. കായക്കട്ട ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കായപ്പൊടി ഉണ്ടെങ്കിലും വിതറി കൊടുക്കാം, കായക്കട്ട ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുളക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാതെ പുറത്ത് തന്നെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് കാണിച്ച ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നായിരിക്കുന്നത്. ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.